കുങ്കുമമോ പരിഭവർണ്ണ പരാഗങ്ങളും ചൂലിട്ടാട്ടാതറ അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലേ കാണൂ. ആ പോ. ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് വഴികൾക്ക്. നമ്മുടെ മമ്മൂക്കാക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് പേര് കിട്ടു. എന്താ? ദുൽഖർ സൽമാൻ. കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽഖുമോനെ ഇപ്പൊ വയസ്സ് 4 ആയി. എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ അവൻ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. കീരിക്കാടൻ ജോസിനെ പോലെ. കീരിക്കാടൻ ജോസ് ആരാടാ? നിന്റെ അച്ഛനാ? എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാട്ടല്ലോ പന്നി. എന്താടാ എന്താ കമ്മിറ്റിക്ക് വരുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. സൂണാട്ടം വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ശരി. ക്ലിപ്പിരെ ഇവിടെ ഇരുന്ന് അധികം ക്ലിപ്പിക്കാതെ നേരെ ടാക്കീസിലേക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധവേട്ടനപ്പോ എന്ത് കുത്തിവെക്കാനാ? यही है वो इलाका जहाँ लोग तुम्हें जानते हैं. अब न तो वर्दी है न कुर्सी. इलाका तुम्हारा है और मैं अकेला हूँ. നമ്മുടെ ഗഗൻ गगनाम കള്ളനൊക്കെ നിന്റെ അമ്മാവൻ മുരളിയുടെ വീട്ടിൽ നിന്ന് തിണ്ടി എടുത്തിട്ട് ഞാൻ തന്നാട്ടെ. പിന്നെ എന്തിനാണ് മുരളിയുടെ തിണ്ടികളുടെ പൊങ്ങുള്ളത്? നിന്റെ ഒക്കെ തലമുണ്ടെങ്കിൽ ഞാനൂടാ. അയ്യോ എത്തണ്ടിയായിരുന്നു. അയ്യേ അച്ഛന്റെ കീശന്ന് കേട്ട കാശല്ലേ? ബസ് അയ്യോ ബസ് പോയല്ലോ. ഊതല്ലേ വിദ്യാഭ്യാസ നെഹി അതില്ല. 2 വട എടുക്കട്ടെ. ഇയാള് ചത്തില്ലേ? വട നെഹി, പാൻപുരി, വേൽപുരി, ഓംപുരി, പഴംപുരി. അരെ നായർ സാബ് കേസേ ഹേ? എടാ ഗഗൻ, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ഗഗൻ ബോംബെ ഗഗൻ ഉപ്പത്തെ സ്നാക്കരോ സംസാ താലടി ചന്ദ്രിക്കും. എന്തൊട്ട് 50 മണിയാ? ഇവൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ ഹിറ്റാണല്ലേ? നീ എന്താ ഇത്തവണ വരാൻ വയ്യേ? ജയന്തി വരാൻ കുറച്ച് ലേറ്റ് ആയി. ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നിട്ട് അവളവിടെ ആരി ജയന്തി ഉല്ലുക്ക പട്ട ഏതോ വലിയ ഇല്ലാത്ത പട്ടത്തി കൊച്ചാ. എടാ അതൊരു ട്രെയിനാണ്. തീവണ്ടിയാ? ജയന്തി തീവണ്ടിയാ. ജയന്തി ജനത. ഓഹോ സാർ ഇപ്പൊ എവിടെ നിന്നാണാവോ? നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്ന് അതോ ലോകത്തിന്റെ ഇരുട്ടറയിൽ മിൽഖാ സിംഗിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ. 6 ദിവസം യുദ്ധമാണ് യുദ്ധം. എന്ത് അല്ല അപ്പൊ ബാക്കി ഒരു ദിവസോ? ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ. ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവെ അധോലോക പരിപാടികൾക്ക് പോകാറില്ല. എന്തിനാളിയാ നീ ഇങ്ങോട്ട് പോന്ന്? കണ്ണട വരാനാ? നൊസ്റ്റാൾജിയ. പറയാതെ ബാക്കി വെച്ച 1000 രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ. പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? ഓക്കെ ദോസ്തവും സൗഹൃദത്തിന്റെ തലം സംസാരിച്ചിട്ടില്ല. ഒരു അഹങ്കാരമില്ലാത്ത തെണ്ടി. പ്രൈം മിനിസ്റ്റർ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. പഴയ ബോർഡുകൾ, പൊളിഞ്ഞ ലൈറ്റുകൾ. ആഹാ, ഒരു മാറ്റമില്ല. കടയെ കുറ്റം പറഞ്ഞോ തെണ്ടി. മേടാ കടക്കകത്ത് കയറി പോരും. ഓ പിന്നെ ചുമ്മാ ചുമ്മാ നല്ല കാര്യമായിട്ട് തന്നെയാ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പ പരിപാടി പറ്റി ഈ നാട്ടിൽ തന്നെ നിന്നോളൊന്നു. ഒരു പ്രേം നസീർ കട മുതലാളി. എടാ വിനിയ, നീ എല്ലാം മറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി. ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ നീ പറഞ്ഞു ഇനി കത്ത് പറ്റൂല. നമ്പർ ലോക്ക് എത്ര? പെട്ടിയുടെ എന്തിനാണ് പെട്ടിയോടച്ച് നമ്പർ ലോക്കേ
അപ്പൊ ഞാൻ നിനക്ക് കാസറ്റിന്റെ ഐഡിയ പറഞ്ഞു. ഒന്ന് പോടാവിടും. ഇതൊന്നും പോരാനിട്ട് ഇടതൂർന്ന മുടിയിൽ തുളസിക്കതിർ ചൂടിയ കരിമഷി കണ്ണുകളോടുകൂടി അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ലേ പറയാൻ വന്നത്? തന്നിളിയാ തന്നെ. അപ്പൊ നീ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലളിയ ഇല്ല, മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ഇത് വാക്മാൻ. നടക്കുന്ന മനുഷ്യന്നല്ല. കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം. മേഡ് ഇൻ ഗഗൻ. ഇത് നിനക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ ഗഗനഹംസമേ എന്താ എന്തെടുക്കാണ്? പാട്ട് കേൾക്കുക. ആരുടെ പാട്ട്? മൈക്കിൾ ജാക്സൺ. ഓ, ക്രിസ്ത്യാനിയല്ലേ? അല്ല, നായരാ. മൈക്കിൾ ജാക്സൺ നായർ. അങ്ങനെ നോക്കിയെന്നേ. ആണോ? എന്തൊക്കെ അറിയണം. ഭഗവാൻ നോക്കുന്നു. ഭഗവാൻ നോക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നേരത്തെ പറയേണ്ടടുത്ത് എന്റെ നമോ പറഞ്ഞായിരുന്നു. ചെവില് ബീറ്റിട്ടായിരുന്നു. മാറ്റിവിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നീറാശാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുമാരനാശാൻ. കുമാരനാശാൻ. അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ്. കമ്മിറ്റിയുടെ 1-2 ആലോചനായോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്തുന്ന സമ്പ്രദായം നിർത്തണം. തേവർക്ക് സാമനെ സബ് ഒരുപോലെ ഹേന. സാമാനം എന്തേ? അല്ല, തേവര മുമ്പിൽ നമ്മളെല്ലാരും ഒന്നുപോലെ അല്ലേ എന്ന്. അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കില്ല നമ്മളിങ്ങനെ. തേവർക്ക് 1 ആണോ 2 ആണെന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. കണ്ട കള്ളന്മാർക്ക് ഒളിച്ചോടക്കാർക്ക് ഇവിടെ എന്ത് കാര്യം? കമൺ ഔട്ട്. അത് ശരിയാ. ഈ അമ്പലത്തിനെ നട വെച്ച തേങ്ങയും പടവലങ്ങി അടിച്ചു മാറ്റുന്നവർക്കായിരിക്കും ഇവിടെ വലിയ കാര്യം. പെരുവത്ത് കടവിന്റെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരത്തിനെ വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയണ്ടേ? പാറമേക്കാവിലെ ഉത്സവത്തിന് വെടിക്കെട്ട് കൊണ്ട് യുദ്ധക്കളം സൃഷ്ടിച്ച വെടിക്കെട്ട് വേലായുധൻ. ആദ്യം നിന്നാണ്ട് നിൽക്കാം, അപ്പൊ അറിയാം. ആരാടാ ഇയാൾ? അറിയാമല്ലേ, വെറുതെ കേടിക്കല്ലേ. വെടിക്കെട്ട് വേലായുധൻ കലക്കി. അടുത്തതായി ലൈറ്റ് ആൻഡ് ഷമോൺ. ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമയാകാൻ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ. ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ ഇലുമിനേഷൻ ബൾബാ? എടാ, മിന്നുന്ന ബൾബില്ലേ, കെടും ഓഫാവും, കെടും ഓഫാവും. ബോംബെയിലൊക്കെ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഉത്സവത്തിന് ശബ്ദവും വെളിച്ചവും പകരാൻ ലൈറ്റ് ആൻഡ് ഷമോൺ ഏറ്റെടുത്തുകൊണ്ട് പെരുവത്ത് കടവിന്റെ മണ്ണിലേക്ക് ഇതാ എത്തുന്നു ഫിലമെന്റ് ഫിലിപ്പ്. വന്നു. ഈ കട്ടി ഒന്ന് മാറ്റൂ. പരിഷ്കാരി. നന്മ നിറഞ്ഞ പെരുവത്തുകടവ് നിവാസികളെ, നിങ്ങളുടെ അറിവിലേക്കായി 2 വാക്ക്. ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ. അയാൾ ആലോകാരനായിരുന്നോ? തമാശക്കല്ലേ? നിനക്കെന്താ കണ്ണിക്കടണ്ടോ? ആ കുന്തം അങ്ങ് ഊരിക്കളഞ്ഞു. ബോംബെയിൽ എല്ലാരും വെക്കൂലോ ചുമ്മാ. പ്രിയമുള്ളവരെ, നമ്മുടെ ഐസക്കിന് വെറും ഒരു ആപ്പിൾ തലയിൽ വീണിട്ടാണല്ലോ ബോധോദയം ഉണ്ടായത്. ഇതിന് ഉദ്ദേശിച്ച കറുപ്പൊന്നുമില്ലാട്ടാ. ഇത് കൂടെ നോക്കി ഇവനെ കാണൂല. നോക്കണ്ട. രാജ്യത്ത് കൂടെ നടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങളെ കണ്ടിട്ടാണത്രേ അദ്ദേഹത്തിന് ഇലുമിനേഷൻ ബൾബ് എന്നൊരു ആശയം. അവന്റെ ഒരു എഡിസൺ ഇലൂമി പിടിച്ചേ. സർവേക്കല്ല കാക്കതൂറിയ പോലെ നിന്റെ 32 പല്ലുണ്ടല്ലോ, അതേ അടിച്ച് താഴിടും. എന്തേട്ടാ, സയൻസ് ഇഷ്ടല്ല? അല്ല, ഇത് എവിടുത്തെ ഇടപാടാ? ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടി നടത്തുന്നത് ഞങ്ങളാ. പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതുള്ള ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അയ്യോ, അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയ കുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്.
അതാണ്. ഓ അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങൾ മറിച്ചത്. എടാ കുറെ നാളായല്ലോ നീയൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പേരിൽ. എടാ ഇപ്രാവശ്യം ഞങ്ങൾ നല്ല ഒന്നാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോകുന്നത്. മക്കള് ഞങ്ങളുടെ ഇല്ലുമിനേഷൻ കണ്ട് പിന്നെ നിന്റെ ഒക്കെ ഇലുമിനേഷൻ അവിടെയാണല്ലോ കാണാൻ. അവന്റെ ഫീസ് പോയി. അതെ, എല്ലാ കൊല്ലവും പാലാട്ടരക്കാരല്ലേ നടത്തുന്നത്. ഈ കൊല്ലം 2 കൂട്ടരും കൂടി നടത്തട്ടെ. നമുക്ക് ഉത്സവമല്ലേ വലുത്. അയ്യോ അങ്ങനെ 2 കൂട്ടരും കൂടെ ഉണ്ടാക്കണ്ട. എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം. എന്നാ നീ ഉണ്ടാക്കും. നിനക്ക് ഉണ്ടാക്കണ കാണണോ? ഓ നീ വീണ്ടും ഉണ്ടാക്കൂ. പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണമെന്ന് ആരും ചോദിക്കാറില്ല. പിന്നെ ബോംബെ ചോദിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇത്തവണ വെമ്മാരതങ്ങ് നടത്തും. ഇത് എന്റെ തീരുമാനമാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? ഇടിയടാ, മുണ്ട് മുടക്കി കുത്തുകേണ്ടി തന്നാ മതി. വെറുതെ എന്റെ ധൈര്യം ടെസ്റ്റ് ചെയ്യരുത്. കാര്യഭൂതമേ ഞാനാ നീ എന്റെ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കിരി കാണിക്കണ കേട്ടാ. നീ കൂടുതൽ ഉണ്ടാക്കണ്ട ഇത് വെച്ച്. കൊണ്ടുപോയിക്കോ കമ്മിറ്റി ചേട്ടാ. അവന്റെ മൈക്കും കൊണ്ട് എന്നാലും എന്റെ മാധവേട്ടാ, മിന്നുന്ന ബൾബിന്റെ പേരിൽ അവന്മാര് നമ്മളെ ചവിട്ടി ഇറക്കിയല്ലോ. ഞാൻ കിളിപ്പീര് ജോസാണ്, കീരിക്കാടൻ ജോസിന്റെ ഫാനാണ്, കർത്താവാണ്. അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല. കീരിക്കാടന്റെ കിണ്ടി അപ്പൊ കയറി പൊട്ടിക്കണ്ടായിരുന്നു. അതിന് ഞാൻ അവിടെ ഇല്ലല്ലോ. ഓ ഉണ്ടായിരുന്ന നീ മലത്തിയനെ. ഇതാ ഒരു മറ്റവന്മാരുടെ കമ്മിറ്റിക്കാൻ വരാത്തത്. ചുമ്മാ പിക്കി തോണ്ടി നക്കി മൊണ്ണകള്. നീ കളിക്കല്ലേ, നീയോ ലിസ്റ്റ് ഉണ്ട്. കണ്ട മിന്നിത് കണ്ട. എടാ നീ കണ്ടില്ലേ? എടാ കേക്ക നീ ഇറക്കുന്നു അവിടെ വെച്ചേ. എടാ നമ്മളെ ഒഴിവാക്കി അവന്മാരിവിടെ മിന്നിക്കുന്നത് നമുക്കൊന്ന് കാണാം. എടാ ഉത്സവമായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവന്മാരുടെ തെറിയും കേട്ട് കിട്ടേണ്ട പണിയും പോയി തലവടി മുണ്ട് കിട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. കൊടുക്കുന്നുണ്ട് ഞാൻ, നല്ല പണി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കിടന്ന് ചാവാതടാ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവന്മാർക്കിട്ട് 2 എണ്ണം പൊട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂടെ നിൽക്കൂ. പൊട്ടിക്ക. പക്ഷെ ഇപ്പോഴല്ല, 10ാം ഉത്സവത്തിന്റെ അന്ന്, ആറാട്ടിന്റെ അന്ന് നാടൻ തല്ല്. അതാണ് നാട്ടു നടപ്പ്. അത് മതി. ഓക്കെ. ഈ അടിക്കാനും പിടിക്കാനും പോകുന്നതിന് മുമ്പ് രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഉത്സവത്തിന് പടമിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെന്താ? ഇന്നാണെങ്കിൽ ഇൻസ്പെക്ഷൻ വന്നവന്മാരെ മൂത്രപ്പര ശരിയില്ല എന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതെ പോയി. അതിന് ഈ 2 മണിക്കൂർ മുള്ളായിരുന്നാ പോരെ? ഞാനും അത് പറഞ്ഞു നോക്കിയതാ. ആവുമാർ മുള്ളിച്ചേ അടങ്ങും. ഈ പഞ്ചായത്തുകാരുടെ ഒരു പിടിവാശി. വിനയ് ഭായ്, ഈ പച്ച നീലവയറ് കൊടുക്കണോ അതോ അപ്ലക്കി കൊടുക്കണോ? നിന്റെ മറ്റേടത്ത് നീ എന്റെ കയ്യിൽ മേടിക്കും കേട്ടാ. നീ പറഞ്ഞിട്ടുണ്ടാ. എടാ കോട്ടയം കുഞ്ഞച്ചന്റെ കാര്യം ശരിയായിട്ടുണ്ട്. പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ജനറേറ്ററും കൂടെ വാടക എടുക്കേണ്ടി വരും. അതിനും ഭഗവാനെ തന്നെ കാണേണ്ടി വരും. അതിനുള്ള വഴിയാ ആ പന്നികൾ അടച്ചത്. ഇനിയും ഭഗവാന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കണ്ടേ? എനിക്ക് ഉറപ്പാ ഇത് അയാളെ മനഃപൂർവ്വം നമുക്കിട്ട് പണിതാ. മാധവ, അയാളോട് കാശ് ചോദിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ. സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരെകൾ തോണ്ടിക്കൊണ്ടു പോകും. അത് ശരിയാ. പക്ഷെ നാളിതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഉത്സവത്തിന് പടം ഇറക്കിയേ പറ്റൂ. മരിക്കോ? പേടിക്കണ്ട. ഇത് കൂട്ടിമുട്ടുന്നോടുകൂടി പ്രാവശ്യത്തെ KCB അവാർഡ് എനിക്കാണോ? കണ്ട ആദ്യം പോലെ ഞാൻ പറയണ ഉണ്ടാക്കല്ലോ അവന്റെ ഒരു മാധവ ഉത്സവത്തിന് ഏതാ പടം? കോട്ടയം കുഞ്ഞച്ചനാ പറഞ്ഞിരിക്കുന്നത്. എന്താ മാധവ? മാധവന് ഇത്തിരി പൈസയുടെ ആവശ്യം. ഉത്സവം പ്രമാണിച്ച് പുതിയ പടം ഇറക്കാനാണെന്ന്. തരാനുള്ളത് തിരികെ തന്നിട്ട് പോരെ മാധവ. പുതിയ പടം ഇറക്കലൊക്കെ അടുത്ത ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം മേനോ സാറേ. ഉത്സവത്തിന് നല്ല ആള് കയറും. താൻ ഈ കളക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായി. അയ്യോ, തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്നാ വിചാരം? ഞാൻ തന്നു. ഓജ എന്തോ നടത്തുക.
ശരി, ഇത്തവണ കൂടി ഞാൻ കാശ് തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അച്ഛാ, വെള്ളം ചോദിച്ചായിരുന്നോ? ആത്തേക്ക് കയറിപ്പോടി. ഒരു 100 തവണ വിളിച്ച വെളിയാക്കാത്തവള വെള്ളം വേണോന്ന് കയറിപ്പോയാത്തേക്ക്. ശത്രുക്കൾക്ക് പോലും വെള്ളം കൊടുക്കാറുണ്ട്. ഒരുങ്ങിക്കെട്ടി വന്നോളും ഓരോന്ന്. അതെങ്ങനെയാ? മൂത്തവളെ കണ്ടല്ലേ പഠിക്കൂ അല്ലേ? മാധവനൊന്നും പറഞ്ഞില്ല. അല്ല മേനോൻ സാറേ, ഈ നിബന്ധന എന്ന് പറയുമ്പോ ഈ വരുന്ന മീനം 23-ാം തീയതി, അതായത് 8ാം ഉത്സവത്തിൻ്റെ അന്ന് താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട, 3/4 ഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം. ഞങ്ങൾ തന്നോളാം. ഇവന്റെ വായൊന്നല്ല, മാധവൻ തന്നെ പറയണം. ദാ ഉറപ്പിക്കണോ? പറഞ്ഞു. ഞാൻ തന്നോളാം മേനോൻ സാറേ. ഗോവാച്ച, അതിൻ്റെ ഒരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ചൻ്റെ അടുത്ത് വാങ്ങിച്ചോ. ഓ, കയ്യിലോട്ടിട്ടു. പിന്നെ മാധവ, പറഞ്ഞ സമയത്ത് പണം എങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മേനോൻ ഭഗവാനാണ്, വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം ഞാനങ്ങ് എഴുതിയെടുക്കും. ഉത്സവത്തിന് കാണാൻ ടാറ്റാ. അല്ല, ഒരു പാറ്റ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പെരുവത്ത് കടവിനെ കാക്കുന്ന മഹാദേവന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ നാളുകൾ. ഈശോ മറിയം മൗസേപ്പേ മറിയം വന്ന് വിളക്കൂതി തോത്തു ആയിരുന്നോട്ടാ. ആദ്യമായിട്ടാണേ കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണത്തെ പോലെ മറ്റു കരക്കാരുടെ തോരണം, ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 8 മണിക്ക് തന്നെ ഹനുമാനാട്ടം. നമ്മുടെ സുമതിയല്ലേ, ഇവളുടെ കല്യാണം കഴിഞ്ഞാ. ഞാൻ ആദ്യമായിട്ട് കട്ടത് അവളുടെ ചോറ്റും പാത്രം. രംഗത്ത് ഹനുമാനായി വിനയചന്ദ്രൻ, രാവണനായി കിളിപ്പീരി ജോസ്, ലക്ഷ്മണനായി കോണേൽ അലിയൻ രഘു, അപ്പുണ്ണി, രചന സംവിധാനം ഹലോ നീറിരാജൻ. അച്ഛനാ തട്ടക്കാരാൻ പോകുന്ന അനുഗ്രഹിച്ചേക്കണേ. എങ്ങനെയുണ്ടാ കൂളിംഗ് ഗ്ലാസ്? ഒരു ഫോട്ടോ എടുക്കാം. രാവണ വരൂ. ഇതെന്ത് ഫോട്ടോ മോനെ? ഭാവിയിൽ ഇതൊരു സംഭവം. ഇവിടെ നീ വൃത്തിയുടെ കാണിക്കില്ലട്ടോ. അമ്പലപ്പുറമാണ് പിടിയുടെ രാവണ വാലുരുത്തണമാരെ വാലുരുത്തേ. ഈ പ്രാവശ്യവും അമ്പലപ്പുറമിന്ന് തല്ലിട്ട് തോന്നുന്നു. ഭഗവാനെ, തല്ലണം ഓർത്തെ. അമ്പലൂടെ ഒന്ന്
അവര് വരും ബലൂൺ 2 ഒന്ന് നോക്കി വെച്ചേക്കെ. താലപ്പൊലി ഏന്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ പുറകിൽ നിൽക്കുന്ന ഉല്ലാസിന്റെ ശ്രദ്ധയ്ക്ക്. ഉല്ലാസ, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നീ വരുന്നില്ല. ഞാൻ വരാം. അമ്മ പോയിക്കോ. ഈ പ്രാവശ്യം തല്ലുള്ളിക്കില്ല പോവാനെ. അതെ, ഞാൻ അകത്ത് പോകാം. ഞാനും വരാം. വേണമെന്നില്ല. ഇതെടുത്തോ. തന്നെ നിന്റെ പാതാരവിന്ദങ്ങൾ തൊട്ട് ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയാൻ പോവാണേ. നല്ല പ്രാർത്ഥന. ആരും കണ്ടില്ല. എവിടെ? ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? വിനയേട്ടാ, അച്ഛനും അമ്മയുണ്ട്. വേഗം പോണു. എന്റെ പൊന്നോ, ആണ്ടിനും സംക്രാന്തിക്ക് ഒന്ന് കാണുന്ന തന്നെ. അതിനിടയ്ക്ക് അച്ഛനും അമ്മയും പോമറ. ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ മതി. അച്ഛൻ അറിഞ്ഞാ ഭിത്തിയിൽ പടമായിട്ടിരിക്കേണ്ടി വരും. നിന്റെ തന്തപ്പടിക്കേ ഞാൻ ഒരു പണിയുന്നുണ്ട്. വിനയേട്ടാ, ഞാൻ പോവാ. അച്ഛൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ. അങ്ങനെയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്ത് പണി? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ചപ്പൽ ഒന്ന് ശ്രദ്ധിക്കൂ. കാണാനില്ല. കണ്ടുകിട്ടുന്നത് ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ ഇരിക്കും പിന്നെ ഹനുമാനോട് കളിച്ചാൽ. വിനയേട്ടൻ എപ്പോഴും തമാശ. ഞാൻ പോവാ. അങ്ങനങ്ങ് പോയാലോ? കിട്ടിപ്പോയി. വാക്മാനോ? ഇതെവിടുന്നാ? നിനക്ക് വേണ്ടി കാശ് കൂട്ടി കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ. ഫോറിനാ. എങ്ങനെയുണ്ട്? അയ്യോ, ഇതേ അച്ഛൻ. എടാ വിനയ, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലെ എന്തെങ്കിലൊക്കെ ഒപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേ? മാച്ചാവൂല. അമ്പലപ്പുറമിൽ തോന്നിയ ദിവസം കണിക്കണം. ഇങ്ങോട്ട് വന്നേ. അവള് നിന്റെ എവിടെയാടാ ഉമ്മച്ചേ? കവളത്താൻ തോന്നുന്നു. ഒരു മരവ് പോലെ. എന്റെ ഈശ്വര, മിന്നുന്ന ബൾബ് കൊണ്ട് അവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തപ്പോ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ. എന്റെ ഭഗവാനെ, കുന്തം കൊടുത്തൊക്കെ എടുത്തിട്ട് വാടാ. ദേവി, നീ കുന്തം എന്റെ കഥ അവിടെ. മംഗളം ഭവന്തു. ഓക്കെ, ഞാൻ കൊടുക്കാം. എവിടെ പോകുന്നു? ഈ പെരുവത്ത കടവ് മൊത്തം ഇരുട്ടിലാക്കാനല്ല. കറണ്ട് അടിക്കരുതിട്ടാ. വലിച്ചോ. എന്റെ കറണ്ട് ദൈവങ്ങളെ, എന്ത് രസമല്ലടാ ഇതിങ്ങനെ പോയി വരുന്ന കാണാൻ. സംഭവം കൊള്ളാല്ലേ? പിന്നെ എടാ, നമ്മള് പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്തതാ. ദിങ്ങനെ പോയി ദിങ്ങനെ തിരിച്ചു വരും. കണ്ടോ? ഇതാണോ അവിടെ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞത്? ചിറ്റട മോനെ, അണ്ണാ ഇതാരോ ഓഫ് ചെയ്താണ്. എന്റെ ഡയലോഗില്ലേ? എന്താ ആക്രമണം കീജിയെ? അല്ല, ഇനി പടിയല്ലേ? ഉണ്ടായിരടാ. ബോംബെയിലൊക്കെ അങ്ങനെയാണ്. അവന്റെ മണ്ടയടിച്ച് പൊളിക്കടാ. ഇത് കൊറേ പേരുണ്ടല്ലോ, ഒരു കുന്തത്തിൽ തീരൂല. അണ്ണം വീണു. തല്ലിക്കോ. പടമോട്ടപ്പലയോ. എന്നോടൊപ്പം
അവനെന്താ റബ്ബർ ബന്ധാ കാലി പിടിച്ചോന്നെ ചെവി ഞാൻ നിനക്ക് സയൻസ് ഇഷ്ടല്ലല്ലോടാ. സയൻസ് പഠിപ്പിക്കലടാ പട്ടി. കിളിയെ പിടിക്കാൻ പെണ്ണ് കയറി എന്താണോടെ ആ പാലാട്ടിയറയിലെ ചെക്കന്മാരാ. ഭഗവാൻ ഇറങ്ങിയടാ, അടിച്ചോടിക്കടാ. അരേ തൂ ചക്കർ വിട്ടോടാ. ഓടാൻ ഇത് തന്നെയാണോ? എന്നാരേ തൂ ചക്കർ ഓടിക്കോളാം. കിളി കയറി പെണ്ണ് കയറി കുപ്പിവള ചത്താലും ഞാൻ വിടില്ലെണ്ണാ. എടാ തിരിഞ്ഞോളം നിനക്ക് വട്ടാണോ? മനസ്സിലായ? ആ ബലൂൺ പൊട്ടിച്ചേ ഇനി പൊട്ടിക്കരുത്. ഇനി പൊട്ടിക്കരുത്. പിന്നെ ഓടി വാട തല കാരണം ഒന്ന് കാണാനും പറ്റില്ല. സീതരാമനൊക്കെ ഉണ്ടെങ്കിൽ ജംഗ്ഷനിൽ കാണാൻ. Ha 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 ha.